ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്നോട് കുറേ ആളുകളൊക്കെ ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി പറയാറുണ്ട്. പിന്നെ ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ അതല്ലാതെ ഇപ്പം ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി നമ്മൾ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ പൈസ വെറുതെ വേസ്റ്റ് ആയി പോകില്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനെന്താ ആൻസർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ജോലി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ എനിക്കും ഉണ്ടായിട്ടുള്ള കുറേ സംശയങ്ങളാണിത്. ഇപ്പോൾ ഒരു 3-4 വർഷം മുന്നേ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കെയർ ഗിവർ ജോലി ഞാൻ ചെയ്യേയില്ല എന്ന് ഞാൻ പറഞ്ഞേനെ. കാരണം ആ സമയത്ത് എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ വേറൊരാളെ സ്നേഹിക്കുകയും അയാൾക്ക് കെയർ ചെയ്യുകയും അയാൾക്ക് വേണ്ടി എൻ്റെ സമയം കൊടുക്കുകയും ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല കെയർ ഗിവർ ആകുമോ, അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് പറ്റിയതാണോ എന്നൊക്കെ നമ്മൾ സ്വയം ചോദിച്ച് എന്താ പറയുക ഉത്തരം കണ്ടുപിടിക്കേണ്ടുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ അതിന് എന്തെല്ലാമാണ് തൽക്കാലത്തേക്ക് നമ്മളോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അതിനുള്ള ക്ഷമയുണ്ടോ എന്ന് നമ്മൾ അറിയണം. ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തീരെ ഇല്ലാതിരുന്നിരുന്ന ഒരു കാര്യവും ക്ഷമ തന്നെയാണ്. ഉള്ള കാര്യം പറയുമല്ലോ നമ്മൾ. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റ് നമ്മളെക്കാൾ എന്താ പറയുക വീക്കായിട്ടുള്ള വെച്ചാൽ ഇമോഷണലി ഫിസിക്കലി മെൻ്റലി ഒക്കെ തകർന്ന് തരിപ്പണായിട്ടിരിക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അവർ നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചെന്ന് വരാം, ചിലപ്പോൾ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിച്ചെന്ന് വരാം, ചിലപ്പോൾ നമ്മളുടെ കുറ്റങ്ങൾ അവരുടെ ഫാമിലിനോടൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന് ആ പേഷ്യൻറ്റിൻ്റെ വിശ്വാസവും ആ പേഷ്യൻറ്റിനോടുള്ള ഒരു അടുപ്പവും കൂട്ടിയെടുക്കാനുള്ള ഒരു ക്ഷമ നമുക്കുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ ഹേർട്ട് ആവാതെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന ദിവസങ്ങളിൽ ആ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈഗോ ഹേർട്ടായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് ആ പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റില്ല. എന്തിനു ഞാൻ നോക്കണം, ഇവരെന്നോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഞാൻ എന്തിനു ഇവർ തിരിച്ച് നോക്കണം എന്നുള്ളൊരു ഈഗോ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഈ ജോലി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈഗോ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരും മീൻസ് ഈ കോഴ്സ് പഠിച്ച് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ എപ്പോഴും അതൊന്നും മനസ്സിലെപ്പോഴും നമ്മൾ ആലോചിക്കാം. എന്നിട്ട് അതിന് എന്ത് ഉത്തരമാണ് കിട്ടുന്നത് നോക്കണം. രണ്ടാമത് കാര്യം എന്ന് പറയുന്നത്, ഇതിനൊരു എന്താ പറയുക ഒരു ജോലി മാത്രമായിട്ടാണോ ഞാൻ കാണുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മൾ സ്വയം ചോദിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ഈ ജോലി ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന്, നമ്മളുടെ ജോലി ചെയ്യാം, പേഷ്യൻറ്റിന് മെഡിസിൻസ് കൊടുക്കുന്നു, പേഷ്യൻറ്റിന് സമയം വരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ മാറിയിരിക്കുന്നു, ശമ്പളം വാങ്ങുന്നു, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലാതെ നമ്മുടെ പേഷ്യൻറ്റിനെ നമ്മുടെ അച്ഛൻ്റെ മാതിരിയോ അമ്മയുടെ മാതിരിയോ നമ്മുടെ കുട്ടികളുടെ മാതിരിയോ ഒക്കെ കണ്ടിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും ഫിസിക്കലുള്ള സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് ഓരോ ദിവസവും അവരെ പുതിയ എന്താ പറയുക നല്ല പ്രതീക്ഷകൾ കൊടുത്ത് അവരുടെ ആ ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ഓരോ ദിവസം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതിൽ ഏത് രീതിയിലാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് ആലോചിക്കാം. എന്നിട്ട് അതിനകത്ത് കിട്ടുന്ന ഉത്തരം എനിക്കിതൊരു ജോലി മാത്രമാണെന്നുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത് വലിയ എമൗണ്ട് ഒന്നും കൊടുത്ത് പഠിക്കേണ്ട എന്നുള്ളതാണ്. കാരണം അങ്ങനെ മാത്രം ഇതിനെ ഒരു ജോലിയായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരുപാട് നാൾ ഇതിൽ നിൽക്കാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഫ്രസ്ട്രേഷനും വല്ലാത്തൊരു സ്ട്രെസ്സൊക്കെ നമുക്ക് വരും. നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് സന്തോഷമൊന്നുമില്ലല്ലോ, അത് ഡെയിലി ഓരോ റുട്ടീൻ മാതിരിയല്ലേ പോണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ഓരോ ഇമ്പ്രൂവ്മെൻറ്റും അതെൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. അതെൻ്റെ ജോലിയിൽ നമ്മൾ പറയില്ല എൻ്റെ ഒരു പൊൻതൂവലാണെന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഈ ഒരു ജോലി തിരഞ്ഞെടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ എപ്പോഴും നമ്മുടെ പേഷ്യൻറ്റിന് ഒരു കുട്ടീൻ്റെ മാതിരി കെയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവർ ഏറ്റവും തകർന്നൊരു അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ജലദോഷം ഒരു പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസോ ഫ്രണ്ട്സോ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, നമ്മൾ അവരോട് സംസാരിക്കാനൊന്നും കൂട്ടാക്കില്ല. അപ്പോൾ അതിനേക്കാൾ ഭീകരമായിട്ടൊരു അവസ്ഥയിൽ കൂടെയാണ് നമ്മുടെ പേഷ്യൻസ് എന്ന് പറയുന്നത് പോകുന്നത്. കാരണം ഒരു വാർദ്ധക്യത്തിലാണ് പെയിന് അല്ലെങ്കിൽ സംസാരിക്കാനാകില്ലാത്തതിൻ്റെ അവസ്ഥ, അങ്ങനെ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ഒക്കെ അവർ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വളരെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അവർ നമ്മളെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ച് കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഉപദ്രവം ചിലപ്പോൾ നേരിടും ആദ്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം നല്ല അവഗണനയായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ വന്ന സമയത്ത് നല്ല അവഗണനയായിരുന്നു, എന്നെ ഗദ്ദാമെന്നൊക്കെ വിളിക്കുമായിരുന്നു എൻ്റെ പേഷ്യൻറ്റ്. പക്ഷേ നമ്മളതൊക്കെ കുഴപ്പമില്ല, അത് എൻ്റെ ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു കുച്ചാണ് നമ്മളെ തള്ളി അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മൾ പെട്ടെന്ന് അതുപോലെ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ മോശം വാക്കുകൾ പറയുകയൊക്കെ ചെയ്യുമോ? ഇല്ല, ഒരു കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കും. അപ്പോൾ എന്ന മാതിരി എൻ്റെ പേഷ്യൻറ്റിന് എൻ്റെ ഒരു കുട്ടീൻ്റെ മാതിരി കെയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, അത്രയധികം ക്ഷമ നമുക്കുണ്ടോ? അവരെന്തെല്ലാം പറഞ്ഞാലും അത് ഡിഫൈൻ ചെയ്തായിരിക്കരുത് എൻ്റെ മറുപടി എന്നുള്ളത്. ഞാൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പേഷ്യൻറ്റിൽ എനിക്ക് കാണാൻ പറ്റണം. ഞാൻ ഈ പ്രായത്തിൽ ഈ അവസ്ഥയിൽ കൂടെ പോയിരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും മറ്റുള്ളവരോട് റിയാക്ട് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്, ഇതിനേക്കാൾ മോശമായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത എന്നും വേണം. അതുപോലെ തന്നെ ഈ ജോലി ഇരിക്കുന്ന സമയത്ത് എപ്പോഴും കർമ്മയിൽ ബിലീവ് ചെയ്തുകൊണ്ട് മാത്രം ജോലി ചെയ്യാം. അതിനൊക്കെ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എത്ര രൂപ കൊടുത്ത് വേണമെങ്കിലും കോഴ്സ് പഠിക്കാം, നമുക്ക് ഈ ജോലി ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതല്ല എനിക്കൊരു ജോലി മാത്രമായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും റിജക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും കുറ്റം മാത്രം എൻ്റെ പേഷ്യൻറ്റ് പറയുള്ളായിരുന്നു, എന്നെ തൊടാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പോകുമ്പോൾ ഞാൻ ക്ഷമിച്ചു, ഞാൻ അവിടെ ക്ഷമിച്ച് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും. ഇപ്പം നേരത്തെ ഒരു ചെറുവരുടെ പോലും അനക്കില്ലായിരുന്നു. ഇപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യും,
എല്ലാത്തിനും എൻ്റെ സഹായം വേണം, എല്ലാത്തിനും എന്നെ വിളിക്കുള്ളൂ. ഞാൻ വന്ന സമയത്ത് ഞാൻ അടുത്തിരുന്നാൽ പോലും എന്നെ വിളിക്കില്ല, ഇവിടുത്തെ മെയ്ഡിനെ വിളിക്കുള്ളൂ. പുള്ളിക്കാരിനെ വിളിച്ചിട്ടാണ് ചെയ്യിക്കുക. എന്നെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഞാനതൊക്കെ ക്ഷമിച്ചു. ഇപ്പോൾ പക്ഷെ എന്താണ്, ഇപ്പം എല്ലാത്തിനും എന്നെ മതി, മക്കളടുത്തിരുന്നാൽ പോലും ഇപ്പം എന്നെ വിളിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള കഴിവ് എനിക്കുണ്ടോ? നമ്മളോട് എന്ത് ബിഹേവ് ചെയ്തോട്ടെ, തിരിച്ച് സ്നേഹം മാത്രം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി മാത്രം കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കുക. വളരെ എംപത്തറ്റിക്കായിട്ട് നമ്മൾ അവരോട്, എംപത്തിയോട് കൂടി നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുക. നമ്മളെ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമ്മുടെയോ ഒക്കെ സ്ഥാനത്ത് തന്നെ കണ്ടിട്ട് എനിക്ക് അവരെ സ്നേഹിക്കാനും അവർക്ക് സമാധാനം കൊടുക്കാനും എന്താ പറയുക, അവരെ ഓരോ ദിവസവും അവരെ പുതിയ ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് യെസ് എന്നുള്ളൊരു ഉത്തരമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നതിലൂടെ എനിക്ക് സമാധാനവും സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എത്ര രൂപയാണെങ്കിലും ചിലവാക്കി പഠിച്ചോളൂ, നിങ്ങളുടെ പൈസ ഒന്നും എവിടെയും പോവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒന്നുകൂടെ ആലോചിക്കുക. കാരണം ഈ ജോലിയിൽ നമുക്ക് സന്തോഷമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ ജോലി മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ശമ്പളം അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. കുറച്ച് നാളെയുമ്പോൾ നമുക്കിത് മടുക്കും. അപ്പോൾ നമ്മുടെ പൈസ വേസ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. എല്ലാവർക്കും ഒത്തിരി നന്ദി.